നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിയൻ ഫുട്ബോൾ ടീമിനായിട്ട് വിനി ജൂനിയർ അത്ര മികച്ച പ്രകടനമല്ല നടത്തുന്നത്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ബ്രസീലിന്റെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം റയൽ മാഡ്രിഡിനെ കളിക്കുന്ന അതേ ലെവലിൽ വിനി ബ്രസീലിനായിട്ട് കളിക്കുന്നില്ല എന്നതാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം വിനി മാത്രമല്ല ബ്രസീൽ മോശമായിട്ട് കളിക്കുന്നത്. അപ്പോൾ ബ്രസീലിന്റെ പ്രശ്നങ്ങൾ മുഴുവനായിട്ട് വിനിയുടെ തലയിലേക്ക് ഇടേണ്ടതില്ല. കാർലോ ആഞ്ചലോട്ടി കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നാളെ റയൽ മാഡ്രിഡ് റയൽ സോസിഡാഡുമായിട്ട് ലാലിഗയിൽ കളിക്കാൻ ഇറങ്ങുകയാണ്. നാളെ എന്ന് പറയുമ്പോൾ നാളെ രാത്രി 12:30, അതായത് സാങ്കേതികമായി നമുക്ക് ഞായറാഴ്ച പുലർച്ചെ 12:30 എന്ന് പറയാം. ആ കളിക്ക് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ വിനി ജൂനിയർ ബ്രസീലിന് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്നില്ലല്ലോ എന്നുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, ബ്രസീലിന്റെ പ്രോബ്ലം ഇൻഡിവിജ്വൽ പ്രോബ്ലം അല്ല, ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, അതൊരു ജനറൽ പ്രോബ്ലമാണ്, ടീമിന്റെ പ്രശ്നമാണ്. ഒരാളെ മാത്രമായിട്ട് എടുത്ത് അതിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ബ്രസീൽ മോശമായിട്ട് കളിക്കുന്നത് വിനി ജൂനിയർ റയൽ മാഡ്രിഡിന് കളിക്കുന്ന ലെവലിൽ അവിടെ കളിക്കുന്നില്ല എന്നതുകൊണ്ടൊന്നുമല്ല. അങ്ങനെ വിലയിരുത്തുന്ന അർത്ഥമില്ല. ബ്രസീൽ ടീമിന്റെ മൊത്തമായിട്ടുള്ള പ്രശ്നമാണ്, വിനിയുടെ മാത്രം പ്രശ്നമല്ലേ അത് എന്ന് തന്നെ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞു. അതോടൊപ്പം ആഞ്ചലോട്ടി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആരും മറക്കേണ്ട, വിനി നമുക്ക് 2 ചാമ്പ്യൻസ് ലീഗ് നേടിത്തരാൻ വല്ലാതെ ഹെൽപ്പ് ചെയ്തയാളാണ്. ആ കാര്യം ആരും മറക്കേണ്ട എന്നുകൂടി ഇപ്പോൾ ആഞ്ചലോട്ടി എടുത്തു പറയുന്നുണ്ട്. സംഗതി വളരെ കൃത്യമാണ്. വിനി മോശമായിട്ട് കളിക്കുന്നു, സംശയമില്ല. അദ്ദേഹം റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുന്ന അതേ നിലവാരത്തിലൊന്നും ബ്രസീലിന് വേണ്ടി കളിക്കുന്നു. പക്ഷെ അദ്ദേഹം മാത്രമാണ് പ്രശ്നം. ബ്രസീലിന്റെ മോശം പ്രകടനത്തിന്റെ എല്ലാ ഭാരങ്ങളും കൂടി വിനിയുടെ തലയ്ക്ക് ഇടുന്നതിൽ അർത്ഥമില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.